ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളതെന്ന്. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആയ കാരണം ഞാനിങ്ങനെ നോക്കി എവിടേക്കാണ് അടുത്തൊരു സ്ഥലം പോകാൻ പറ്റിയെന്ന് നോക്കി കണ്ടപ്പം ഞാനിങ്ങനെ വേളാങ്കണ്ണി ചർച്ച് ഇവിടെ നിന്നൊരു 50-60 കിലോമീറ്റർ ദൂരമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാനങ്ങനെ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ച് പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്ന് വെച്ചാൽ കുംഭകോണത്തു നിന്ന് നാഗപട്ടണത്തു നിന്ന് പിന്നെ വേളാങ്കണ്ണി ചർച്ചിലേക്ക് ബസ് മാറി കയറി പോവാണ് ഉണ്ടായത്. ഒരു 3 മണിക്കൂർ യാത്രയായിരുന്നു. അങ്ങനെ ബസ്സിൽ പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ വേളാങ്കണ്ണി ചർച്ചിൽ അവിടെ എത്തി. ഇവിടെ നിന്ന് എത്തിയ സമയത്ത് ഒരു മഴയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. വളരെ ഡിവൈനായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേളാങ്കണ്ണി പള്ളി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ ജാതി മതത്തിലുള്ള ആളുകളും ഇവിടെ വന്ന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ അവർ തൊഴാൻ വേണ്ടി മാത്രമല്ല, കാരണം ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പം ഇതിൻ്റെ ഭയങ്കര ആർക്കിടെക്ചറലി ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പള്ളി തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ 1700കളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചാണ്. അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചറായിട്ടുള്ള ഡിഫറൻസ് നമുക്കതിൽ കാണാൻ സാധിക്കും. നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കടലാണ്. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി. നമ്മൾ കോഴിക്കോട് നിന്ന് വന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കടൽ കണ്ട സമയത്ത് ഇവിടുത്തെ ആളുകൾ കളിക്കുന്ന ആ ഒരു അത്രയും ഒരു സർപ്രൈസ് ഒന്നും തോന്നിയില്ല. ഞാൻ അതിലൂടെ ഒന്ന് നടന്നു വന്നു എന്ന് മാത്രം. പിന്നെ അവിടെ എല്ലാ തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും വാങ്ങി കഴിച്ചില്ല. എന്തോ എനിക്ക് തോന്നിയില്ല വാങ്ങി കഴിക്കാൻ. അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ലൈവായിട്ട് ഫിഷ് ഇങ്ങനെ കൊടുക്കുന്ന ഒരുപാട് കടകൾ അവിടെ ഉണ്ട്. പിന്നെ ഇതുപോലെ പുട്ട് ഇതൊക്കെ ആയിട്ട് ചെറിയ ഇതിൽ പുട്ടൊക്കെ വെക്കുന്ന കടകളൊക്കെ ഉണ്ട്. എല്ലാം അവിടെ ഭയങ്കര സജീവമാണ് കടകളൊക്കെ. പിന്നെ ഞാൻ കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് അതിൻ്റെ എല്ലാ മൂലകളിൽ നിന്ന് നോക്കി. അപ്പം നല്ല ഭംഗിയാണ് ആ പള്ളി കാണാൻ തന്നെ. പിന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരു പറയുകയാണെങ്കിൽ 5 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പള്ളി തന്നെയാണത്. ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വിശ്വാസമാണ്. നമ്മളിങ്ങനെ മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്ന ഒരു ചടങ്ങ്. പിന്നെ അവിടുത്തെ ആരാധനകളൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ പോയിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ നേരം അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നു. നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പിന്നെ മഴ കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് സമയം അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഞാനങ്ങനെ ഫുഡ് കഴിച്ച് പോകാനുള്ള പരിപാടി നോക്കി. കുഷ്ക റൈസ് ആയിരുന്നു കഴിച്ചത്. നോൺ വെജ് ഒരുപാട് കടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കണം തോന്നിയില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് ബസ് കയറി. അവിടെ നിന്ന് കുംഭകോണത്തേക്കും ബസ് കയറി പോവാണ് ഉണ്ടായത്. നോക്കുകയാണെങ്കിൽ നല്ല ഒരു ദിവസം തന്നെയായിരുന്നു. ഒരുപാട് ചിലവ് കാര്യങ്ങളൊന്നും വന്നില്ല. ഞാനങ്ങനെ ഒരുപാട് ചിലവാക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണോയെന്നറിയില്ല, ഒരുപാടൊന്നും എക്സ്പെൻസ് എനിക്ക് വന്നില്ല. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.